കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഭഗവാൻ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭക്തരെ കാണാനായിട്ട് നിൽക്കണമെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജയായിരുന്നു, അതിൻ്റെ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വലിയ പഴയ മാതിരത്തെ തിരക്കില്ല. കുറച്ച് മഴയൊക്കെ ഉള്ള കാരണം ഇടയ്ക്ക് ഓരോ മഴകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പാനവര കഴിഞ്ഞു. അതേപോലെ ഇന്ന് കുട്ടികൾക്ക് ക്യൂസ് മത്സരമാണ് രാമായണത്തിനെ പറ്റിയിട്ടുള്ളതിൻ്റെ. രാമായണത്തിലെ അത് നമ്മളെ ബുക്ക് സ്റ്റാളിൻ്റെ കിഴക്കേ നടയിൽ ബുക്ക് സ്റ്റാളിൻ്റെ മുകളിൽ ആണ് അതിൻ്റെ അവിടെ. അതേപോലെ പുസ്തക ചന്തയൊക്കെ നടക്കുന്നുണ്ട്, വേണ്ട പുസ്തകങ്ങളൊക്കെ വാങ്ങാം. അപ്പോൾ എല്ലാം കൂടി വളരെ നല്ല സമയമാണ്. എന്തായാലും നമുക്ക് തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം വയ്ക്കുക. അപ്പോൾ മഞ്ജുളാലിനെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കാണാം. അതിനുശേഷം നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്നിട്ട് ഗണേശനെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടത് വശത്തെ മേൽപ്പത്തൂരിൻ്റെ ആ പീഠവും കിടാവിളക്കും കാണാം. വലത് വശത്തെ തൂണും നോക്കി തൊഴുത് നമ്മൾ നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നിറയെ തിളക്കാട്ടൊന്ന്. ഒന്നാമത് ആ നെയ്വിളക്കിൻ്റെ തിളക്കം, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വിളക്കിലിങ്ങനെ നെയ്യ് ഒഴിച്ചിട്ട് കത്തിക്കുന്ന ആ നെയ്വിളക്കിൻ്റെ തിളക്കം. പിന്നെ ഭഗവാന്റെ മേലത്തുള്ള ആ സ്വർണ്ണങ്ങളുടെ ആ പട്ടിൻ്റെയൊക്കെ ഇങ്ങനെ തിളക്കം വേറെ. കളഭത്തിന് തന്നെ ഏകദേശം സ്വർണ്ണ കളർ പോലെയാണല്ലോ. അപ്പോൾ നല്ല രസമായിട്ടുള്ള കാഴ്ചയാണ്. നമ്മൾ ആദ്യം തന്നെ കാല് കാണാണ്ട്, കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ ഇരിക്കണത് പൊന്നൂഞ്ഞാലിലാണ്. ആ പൊന്നൂഞ്ഞാലിങ്ങനെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ആ സ്വർണത്തിൻ്റെ കസവ് പോലെ അതൊക്കെ കസവൊക്കെ ചേർത്തിയിട്ട് ഇങ്ങനെ നന്നായിട്ട് അതിൻ്റെയൊക്കെ തിളക്കാണ്. ഉണ്ണിയുടെ കാൽപാദങ്ങളുടെ തിളക്കം അങ്ങനെ. പിന്നെ അങ്ങോട്ട് മുകളിലേക്ക് നോക്കിയാൽ ആ ഊഞ്ഞാൽ വള്ളിമേൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, ഇടത്തെ കയ്യിൽ പൊന്നോടക്കൊഴും കൂടി ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ വലത്തെ കൈയും വേറെ തന്നെ പിടിച്ചിട്ടുണ്ട്. പിന്നെ മാറത്തേക്ക് നോക്കിയാൽ ഒരു മാങ്ങാമാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു വളയം പോലത്തെ മാല. പിന്നെ നല്ല പുഞ്ചിരിയാണ്, കാരണം ഊഞ്ഞാലുമ്പോൾ കയറ്റി ഇരുത്തിയതല്ലേ, ആടാനുള്ള ഉദ്ദേശത്തിലാണ്. നല്ല ആടാൻ തന്നെയാണ്. അപ്പോൾ അതങ്ങനെ ഊഞ്ഞാൽ കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ്. പട്ടുകോണൊക്കെ കൊടുത്തിട്ടുള്ള ഉണ്ണിയാണ്, എന്നാലും നല്ല ചിരിച്ചും കൊണ്ടായിരിക്കണത്. കളിക്കാൻ കിട്ടുന്നതൊക്കെ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഊഞ്ഞാലാടട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ നെറ്റിയിൽ നോക്കിയാൽ ഗോപീതിലകം ചാർത്തിയിട്ടുണ്ട്. പിന്നെ തിരുമുടിമാലകളുണ്ട്. പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. 3 തിരുമുടിമാലകളുണ്ട്. അതെങ്ങനെയാ വെച്ചാൽ തെച്ചിയും തുളസിയും കൂടി ഒന്ന്, തെച്ചിയും വെളുത്ത പൂവും തുളസിയും കൂടി ഒന്ന്, പിന്നെ വെളുത്ത പൂവും തുളസിയും കൂടി, അങ്ങനെ 3 എണ്ണം ഉണ്ട്. അതേപോലെ ഉണ്ടമാലകളും നന്നായിട്ടുണ്ട്. അത് 2-3 എണ്ണം ഉണ്ട്. അത് എങ്ങനെയാ വെച്ചാൽ തെച്ചിയുണ്ട്, തുളസി ഇങ്ങനെ കാൽപാദത്തിൻ്റെ അവിടെ എത്തുമ്പോൾ. അതേപോലെ വെളുത്ത പൂവ് തെച്ചി, പിന്നെ വീണ്ടും തുളസി, പിന്നെ ഒരെണ്ണം ഫുള്ള് താമര, നല്ല കട്ടിയുള്ള താമരമാല. പിന്നെ കാതിൽ നോക്കുമ്പോൾ ചെവിപ്പൂക്കളൊക്കെ കാണാണ്ട് നല്ല ചിരിച്ചും കൊണ്ട് നല്ല സുന്ദരനായിട്ടാട്ടോ ഉണ്ണിയിരിക്കുന്നത്. ചെറിയ ഉണ്ണിയാണ്, നല്ല രസമാണ് കാണാൻ. അപ്പോൾ നമ്മളിപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണ് കേട്ടോ. എല്ലാവരുടെയും മനസ്സ് ആ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി കണ്ടോളൂ, നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഭഗവാൻ നടത്തിത്തരും. അങ്ങനെ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അഗ്നികോണിലുള്ള ബലിക്കല്ലും ഭഗവാന്റെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് ആ ചുവരിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ചെറിയ ആലിലക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ ഗ്രില്ലാണ് കഴിഞ്ഞാൽ സപ്തമാതാക്കളെയും കണ്ട് തൊഴുത് നേരെ ഗണേശനെ കാണാം. ഗണേശൻ്റെ അവിടെ എത്തുമ്പോൾ കളഭമൊന്നും ചാർത്തിയിട്ടില്ല, അങ്ങനെ ഒരു ചുവന്ന പട്ട് അങ്ങനെ ചുറ്റിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ അവിടെയും ഇവിടെയൊക്കെ കുറേശ്ശെ അങ്ങനെ കണ്ണിൻ്റെയൊക്കെ അങ്ങനെ കുറേശ്ശെ ചാർത്തേ ഉള്ളൂ. കിരീടം വെച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം പൂക്കളുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവിനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പിന്നീട് അങ്ങനെ വന്ന് നേരെ നമ്മൾ കാണുന്നത് ആ കോർണറിലെത്തിയ ചെറിയൊരു ഗണേശനെ കാണാം. അവിടെ നിന്നൊരു
വെളുത്ത പൂവുണ്ട്, പിന്നെ ഒരു ചെണ്ടുമല്ലിപ്പൂവും വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് ഒക്കെ ഓരോ ചെണ്ടുമല്ലിപ്പൂവൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോരുത്തർ. പിന്നെ മേൽശാന്തിയുടെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദം വാങ്ങാം. പിന്നീട് വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് അനന്തശായിയായ അനന്തപത്മനാഭനെ കാണാം. അവിടെ ആകെ വെളുത്ത പൂവിൻ്റെ ഒരു മാല ഉണ്ട്. പിന്നെ 2-3 താമര അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ ദേഹത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം. അത് കഴിഞ്ഞ് ആ ഭീഷ്മരുടെ ശരശയ്യൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ഭാർഗവരാമനും ശ്രീരാമചന്ദ്രനും ബലരാമനെയും അതേപോലെ ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത് മുരുകനെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഹനുമാൻ സ്വാമി എടുത്തുമ്പോൾ ഒന്ന് ധാരാളം മാലകളാട്ടോ. വെറ്റിലമാല ഉണ്ട്, തുളസിമാല ചാർത്തിയിട്ടുണ്ട്, അതേപോലെ ധാരാളം കുങ്കുമമുണ്ട്, നല്ല നിറച്ചുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗതാജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദൻ രൂപവും എണ്ണക്കണ്ണനെ കണ്ട് തൊഴുത് നേരെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. തൊട്ടടുത്തുള്ള താമരക്കണ്ണനെയും കണ്ട് തൊഴുത് നേരെ നമ്മൾ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരവും താഴേക്ക് നോക്കിയാൽ മണിക്കിണറും അതേപോലെ ഭഗവാന്റെ നൃത്താറയും കിടാവൾക്ക് കണ്ട് തൊഴുത് നേരെ കുറൂരമ്മി, നാരദരി, മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ അങ്ങനെ കണ്ട് തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് എടത്തരികത്തുകാവിൽ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അമ്മ നല്ല സുന്ദരിയായിട്ടാട്ടോ ഇരിക്കണത്. മുഖത്തൊക്കെ ഇങ്ങനെ തുടുത്തും കൊണ്ടിരിക്കണം. ചുവന്ന വലിയ പട്ട് വെച്ചിട്ടുണ്ട്, അല്ല പൊട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ ചുവപ്പ് അതായത് പാവുണ്ടുമ്പിൽ ചുവപ്പ് കരയുള്ള മുണ്ടാണ് ഉടുപ്പിച്ചിട്ടുള്ളത്. സാരി, പട്ട് സാരി തന്നെയാണ്. അപ്പോൾ നല്ല രസമായിട്ടുണ്ട്. പിന്നെ ധാരാളം മാലകളുണ്ട്, കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, ധാരാളം പൂക്കളുണ്ട്. അപ്പോൾ അമ്മയെ കണ്ട നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അത് കഴിഞ്ഞ് തൊഴുതതിന് ശേഷം നമ്മൾ ആ കോർണറിലെത്തിയ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞു നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അതിന് ശേഷം നമ്മൾ തൊഴുത് കഴിഞ്ഞിങ്ങനെ വന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ഊഞ്ഞാലാടുന്ന ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴാം, നമസ്കരിക്കാം. പിന്നീട് കൂത്തമ്പലത്തിൽ വന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അങ്ങനെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയുടെ അവിടെ നിന്ന് അത്ര വലിയ അലങ്കാരമൊന്നുമില്ല. ഒരു ചുവന്ന പട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ മുകളിൽ കിരീടം വെച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. വേറെ അവിടെയും ഇവിടെയൊക്കെ കുറേശ്ശെ ആഭരണങ്ങൾ ഇങ്ങനെ ഓരോ പൊട്ടുകൾ വെച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അങ്ങനെ വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ പ്രദർശനം ചെയ്യുക. അപ്പം നടുക്കിലേക്ക് നോക്കിയാൽ കാളിയമർദ്ദന രൂപിയെ കാണാം. പിന്നീട് നാരായണാലയത്തിലെത്തിയിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന മുരളീധര വിഗ്രഹം കണ്ട് തൊഴുത് കിഴക്കേ നടയിലും ഭഗവതി നടയിലൊക്കെ വന്ന് തൊഴുത് തെക്കേ നടയിലേക്ക് എത്തി ആ കൂവളത്തെ ഒന്ന് പ്രദർശനം ചെയ്യുക. മഹാദേവനും പാർവതീ ദേവീനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ട് തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.